ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ DHA ലൈസൻസ് ഉള്ളവർ എൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിച്ചാണ്. എൻ്റെ ലൈസൻസ് DHA ആണ്. അപ്പോൾ അവർ അബുദാബിയിലോട്ട് മാറുകയാണ്. അപ്പം ലൈസൻസ് എങ്ങനെയാണ് DHA ലൈസൻസ് വെച്ചിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് കുറേ എമിറേറ്റ്സുകളുണ്ട്. ദുബായ്, UAE-യിലുള്ള ദുബായ് എമിറേറ്റ്സ്, അബുദാബി എമിറേറ്റ്സ്, ഷാർജ, അജ്മാൻ, ഉമ്മൽ കോയിൽ, ഇങ്ങനെയുള്ള കുറേ എമിറേറ്റ്സുകളുണ്ട്. എല്ലാ എമിറേറ്റ്സുകൾക്കും പല പല രജിസ്ട്രേഷൻസ് ആണ്, സർട്ടിഫിക്കറ്റ്സ് ആണ് ഉള്ളത്. ഇപ്പം ദുബായിൽ ഉള്ളതാണ് DHA, ദുബായ് ഹെൽത്ത് അതോറിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതുപോലെ തന്നെ ഉള്ള ഒന്നാണ് നമ്മുടെ അബുദാബിയുടെ ആയിട്ടുള്ള DOH എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന DOH എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഹാർഡാണ് അബുദാബിയിലുള്ളത്. രണ്ടും ഒന്നാണ്, DOH അല്ലെങ്കിൽ ഹാർഡ്. അപ്പം ഹാർഡിലോട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. നമുക്ക് മാറ്റാൻ സാധിക്കുന്ന എന്താണ്? നമ്മൾ ഡേറ്റാ ഫ്ലോ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഡേറ്റാ ഫ്ലോ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡേറ്റാ ഫ്ലോയിനെ നമുക്ക് വീണ്ടും ആ ഡേറ്റാ ഫ്ലോ ആയെന്നിട്ട് ചെയ്യാതെ നമുക്ക് ആ ഡേറ്റാ ഫ്ലോ ട്രാൻസ്ഫർ ചെയ്ത് അബുദാബിയുടെ അവരുടെ ഹെൽത്ത് സൈറ്റ് ഉണ്ട്, അതിനകത്ത് നമ്മൾ നാട്ടിൽ നേരത്തെ ചെയ്ത് ദുബായിലോട്ട് വരാൻ വേണ്ടി ചെയ്ത എന്താ പ്രൊസീജിയർ, അതേ പ്രൊസീജിയർ നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. അബുദാബിയുടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം ഡേറ്റാ ഫ്ലോ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും പഴയ സംഭവം ചെയ്യണം നമ്മൾ. കാരണം അബുദാബിയിലെ ഹാർഡ് എക്സാം വേറെയാണ്, ഇവിടുത്തെ പ്രോമെട്രിക് എക്സാം അത് വേറെയാണ്. അപ്പോൾ അവിടെ വീണ്ടും എക്സാം നിങ്ങൾ എഴുതണം. എക്സാം സബ്മിറ്റ് ചെയ്ത് അവരുടെ പോർട്ടലിൽ എക്സാം എഴുതി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം ലിങ്ക് ചെയ്ത് ാണ് അതിൻ്റെ ലൈസൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ അതാണ് പ്രൊസീജിയർ. ഓക്കെ, അതിനുവേണ്ടി ഞാൻ അതിൻ്റെ പോർട്ടലിൽ കയറി നോക്കിയപ്പോഴത്തേക്കിന് 450 AD ആണെന്നുണ്ടെങ്കിൽ ആണ് എക്സാം ഫീ കണ്ടത്. പിന്നെ ഒരു 250 AD ആണെന്നുണ്ടെങ്കിൽ ഡേറ്റാ ഫ്ലോ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഉണ്ട്. പക്ഷേ ഡേറ്റാ ഫ്ലോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളിവിടെ ദുബായിലാണെന്നുണ്ടെങ്കിൽ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്സ് എടുക്കണം, അതിന് വേറെ പൈസ വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഡോക്യുമെന്റ്സ് ആഡ് ചെയ്യുന്നതിന് ഇതൊക്കെ എല്ലാം സെപ്പറേറ്റ് വരും. അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ ടോട്ടൽ എത്ര എമൗണ്ട് വരും എന്നുള്ളത്. സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. ഒരു വട്ടം ഡേറ്റാ ഫ്ലോ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഏജൻസിനൊന്നും കൊടുക്കുന്ന ആവശ്യമില്ലെന്ന് തോന്നുന്നു, സ്വന്തമായിട്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഡേറ്റാ ഫ്ലോയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ഇതുണ്ട്, ഒരു ഡേറ്റാ ഫ്ലോ സപ്പോർട്ടിങ് ടീം എന്നുണ്ട്, ടീമുണ്ട്. അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്പറുണ്ട്. അതിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇനി കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം. എൻ്റെ നമ്പറുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ബൈ ബൈ.